ടോണി ചേപ്പറ എന്നൊരു ട്രക്ക് ഡ്രൈവറാണ്. അദ്ദേഹം പകർത്തിയതാണ് ഈ അപകടത്തിന് കുറച്ച് സമയങ്ങൾക്ക് മുൻപ്. പിന്നീട് ഇവിടെയാണ് ഈ വലിയ തോതിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായത്. അദ്ദേഹം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ ടോണി, ഇതെപ്പോഴായിരുന്നു നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്? ദൃശ്യങ്ങൾ പകർത്തിയത് ഒരു 5-6 മാസം മുമ്പുള്ള ദൃശ്യമാണത്. വളരെ മുമ്പത്തെയാണല്ലേ? ഓക്കെ ഓക്കെ, ശരി. വളരെ മുമ്പ് ഒരു 5-4 മാസമായി കാണുമായിരിക്കും. അപ്പൊ നമ്മൾ സ്ഥിരം അതിൽ പോകുന്ന റൂട്ടാണ്. സ്ഥിരം പോകുന്ന റോഡാണ്, ബോംബെ പോകുന്ന റോഡാണ്. അപ്പോൾ റോഡ് സൈഡിൽ നമ്മൾ നിർത്തി വെള്ളം കുടിക്കാൻ വെള്ളം എടുക്കാനുള്ള സ്ഥലവും പിന്നെ കുളിക്കാനും സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ് ഇത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ആളുകൾ നിർത്തുന്ന സ്ഥലമായതുകൊണ്ട് റോഡിൽ നിന്ന് വിട്ട് ഈ മലയോട് ചേർന്ന് കുറച്ച് ഇത്രയും ട്രക്കുകൾക്ക് കടക്കാൻ വിശാലമായ സ്ഥലമുള്ളതാണോ? അവിടെയാണോ ഈ വണ്ടി നിർത്തിയിട്ടുണ്ടാവുക? അതിന് മുകളിലേക്കാണോ ഈ റോഡിനോട് ചേർന്നുള്ള സ്ഥലത്തായിരിക്കും അല്ലേ ഇത്? റോഡിനോട് ചേർന്ന് നീളത്തിൽ നിർത്താവുന്ന സ്ഥലമുണ്ട്. പിന്നെ ചെറിയൊരു ഹോട്ടലുണ്ട്, ചായക്കടയുണ്ട്. ആ ചായക്കടയോട് ചേർന്ന് അവിടെ നിർത്താൻ സൗകര്യമുണ്ട്. അപ്പൊ രണ്ട് സൈഡിലും നിർത്താൻ സൗകര്യമുണ്ട്, കുളിക്കാൻ സൗകര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഡ്രൈവർമാരും അവിടെ നിർത്തിയിട്ടേ പോകും, ചായ കുടിക്കാനൊക്കെ ആണെങ്കിലും. ഇപ്പൊ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കുറച്ച് ഭാഗത്ത് ഈ മണ്ണ് ഇടിഞ്ഞതാണോ അതോ മണ്ണ് എടുത്തതിന്റെ ദൃശ്യം? അവിടെ എന്തോ പണി കിടക്കുന്നതാണോ? മണ്ണ് എടുത്തതാണ്. 4 ലൈൻ അവിടെ വന്ന് നിൽക്കുവാണ്. ബാക്കി പണി തുടരുന്ന സ്ഥലമാണ്. സിംഗിൾ ലൈനാണ് ബാക്കി. കുറച്ചെടുത്ത ഭാഗത്തു നിന്നൊക്കെ തന്നെയായിരിക്കും ഇടിഞ്ഞു പോകുന്നുണ്ടാവുക അല്ലേ? എടുത്ത ഭാഗത്തുനിന്ന് അവിടെ നിന്ന് മുതൽ പിന്നെ 4 ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ അവിടെയാണ് ഇടിഞ്ഞു പോന്നേക്കുന്നത്. അല്ല, നിങ്ങൾ നേരത്തെ എപ്പോഴെങ്കിലും ഈ വഴിയിലുള്ള സഞ്ചാരത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ മണ്ണിടിച്ചിലോ മറ്റു തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണോ അതോ ആദ്യമായിട്ടാണ്? കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അവിടെ നിർത്തി ചായ കുടിച്ചിട്ട് പോകുന്നതാണ്. അതെ അല്ലേ? ഹോട്ടലിൽ, ചെറിയൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മുടെ മലയാളികളൊക്കെ എല്ലാവരും അവിടെ നിർത്തി ചായ കുടിച്ചിട്ടും റെസ്റ്റ് എടുത്തിട്ടും ഒക്കെ കുടിവെള്ളമൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ നിർത്താതെ പോകാറില്ല. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അവിടെ നിർത്തി ചായ കുടിച്ചിട്ടും കൂടിയും പോയതാണ്. അതെ അല്ലേ? അപ്പൊ അവിടുത്തെ പ്രദേശവാസികളെ 2 പേരെയാണ് കാണാത്തതായിട്ടുള്ളത്. നിങ്ങൾക്ക് ആ കടക്കാരെയൊക്കെ പരിചയമുണ്ടോ? നേരിട്ട് പരിചയമുണ്ടോ? അവരെ വിളിക്കുക എന്തെങ്കിലും ചെയ്തോ? മരിച്ചുപോയ 5 പേരെ ഞാൻ അറിയുന്ന ആൾക്കാരാണ്. അതിന് ഒരു കുഞ്ഞ് 6 വയസ്സുള്ള ഒരു കൊച്ചും 11 വയസ്സുള്ള കൊച്ചും, 2 പേര് അറിയുന്ന, സ്ഥിരം കാണുന്ന. എല്ലാ ആഴ്ചയും ഞാൻ ആ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. ആ കട നടത്തിപ്പുകാരാണല്ലേ? കുഞ്ഞിന്റെ നടത്തിപ്പുകാരാണ്. നമ്മൾ സ്ഥിരം കാണുന്ന, എല്ലാ ആഴ്ചയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ കാണുന്ന, അവിടെ നിർത്തിയിട്ടേ പോകും. ഓഹോ. അല്ല, അവരുടെ അല്ലാതെ എന്തെങ്കിലും കോണ്ടാക്ട്സ് ഉണ്ടോ? ഇതിപ്പോ അപകടം അറിഞ്ഞപ്പോ ശ്രീ ടോണി ആരെങ്കിലും വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? നമ്മുടെ വണ്ടികളെല്ലാം വേറെ അവിടുന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് തിരിച്ചു വിടുവാണ്. വേറെ ഒരു വഴിയെ വിടുവാണ്. അതെ അതെ അതെ. അപ്പൊ അവര് മരിച്ചു. അവരുടെ ഫോട്ടോയൊക്കെ അറിഞ്ഞായിരുന്നു, അവിടെ കിട്ടിയായിരുന്നു. അവരെയൊക്കെ ബോഡി കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. ഫോട്ടോയൊക്കെ കിട്ടിയായിരുന്നു. ഇനി 2 പേരെ തിരിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് കണ്ടെത്താനുള്ളത്. ഇനിയിപ്പോ ഉടനെ അങ്ങോട്ടേക്കുണ്ടോ? ബോംബെയിലേക്ക് നിങ്ങൾക്ക് ട്രിപ്പ് ഉണ്ടോ? ഞാനൊരു ട്രിപ്പ് ലീവാണ്. അപ്പൊ വണ്ടി ഓട്ടത്തിലാണ്. വണ്ടി മുംബൈക്ക് പോയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോ അതെ അല്ലേ? കേറുന്നതായി. ശരി ശരി, വളരെ നന്ദി ശ്രീ ടോണി, കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്. ആ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ അപകടം നടന്നതിൻ്റെ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ അനുഭവങ്ങളും തേടിയത്. എന്തായാലും സുരക്ഷിതമായിരിക്കട്ടെ അല്ലേ? നിങ്ങൾ പരിചയമുള്ള ആളുകൾ ഇങ്ങനെ കൺമുന്നിൽ നിന്ന് പോയപ്പോൾ വിഷമവും മനസ്സിലാകും. ശരി.